ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗേറ്റ് 2025 എക്സാം നമുക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എല്ലാവരും ഫൈനൽ ലാബ് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷനിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തേർഡ് ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പോയി ഗേറ്റ് അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗേറ്റ് ഒരു ഡിഫിക്കൽട്ട് എക്സാമായി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് എന്തുകൊണ്ട് ഗേറ്റ് ആരും എന്തുകൊണ്ട് പാസ്സാവുന്നില്ല, പാസ് പെർസെൻറ്റേജ് എത്രയാണ് ഗേറ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരിൽ എത്ര പേര് ഇത് സീരിയസ് ആയിട്ട് കാണുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മൊമെൻറ്റിലെങ്കിലും ഒരു അവയർനെസ് കിട്ടി. ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു ഹാർഡ് വർക്ക് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. മിയർലി അപ്ലൈ ചെയ്ത് വെച്ചതുകൊണ്ട് സിംപ്ലി ഒരു എക്സാം എഴുതുന്ന പോലെ ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റിയ ഒരു എക്സാം അല്ല ഗേറ്റ് എക്സാം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാത്ത, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന, കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രം നേരിടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങിയ പേപ്പറാണ് ഗേറ്റ് പേപ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ ബ്രാഞ്ച് വൈസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഈസി 80,365 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചാണ് അപ്പിയർ ചെയ്തത്. അതിലും 54,292 ആണ്. അവിടെ തന്നെ ഒരു 30,000 ആൾക്കാർക്ക് അവിടെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ എഴുതാൻ പറ്റുന്നില്ല. ക്വാളിഫൈ ആവുന്നത് വെറും 10,000 അടുപ്പിച്ചാണ്. നോക്കി നിങ്ങൾ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെറും 18.41 ആണ്. ക്വാളിഫയിങ് മാർക്സ് എന്ന് പറഞ്ഞാൽ 25 ആണ്. ദെൻ കമ്മിങ് ടു ഇലക്ട്രിക്കൽ 96,850 അപ്ലൈ ചെയ്തു, 69,000 അപ്പയർ ചെയ്തു, ക്വാളിഫൈ ചെയ്തത് വെറും 12,000 ആണ്. ആൻഡ് നമുക്ക് ക്വാളിഫയിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 18.18% ആണ്. ക്വാളിഫയിങ് മാർക്ക് 30.7 ആണ്. ദെൻ CSE നോക്കിക്കോളൂ. 1,15,458 രജിസ്റ്റർ ചെയ്തതിൽ 77,257 അപ്പിയർ ചെയ്തു. അതിൽ ക്വാളിഫൈ ചെയ്തത് 12,725 ആണ്. ക്വാളിഫയിങ് പെർസെൻറ്റേജസ് 16.47 ആൻഡ് ദ കട്ട് ഓഫ് ഇസ് 25. കമ്മിങ് ടു സിവിൽ ആൻഡ് മെക്കാനിക്കൽ, കമ്പാരറ്റ്ലി ബാക്കി ബ്രാഞ്ചസിനെ അപേക്ഷിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ചസ് ആണ്. സിവിൽ നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് സിവിലാണ്. 1,36,285 ആണ്. അപ്പിയർ ചെയ്തത് 1 lakh ആൾക്കാരാണ്. ക്വാളിഫൈ ചെയ്തത് 17,000 മാത്രമാണ്. ആൻഡ് ക്വാളിഫയിങ് പെർസെൻറ്റേജ് 17.77 ആൻഡ് കട്ട് ഓഫ് ഇസ് 30.4. മെക്കാനിക്കൽ 1,26,000 തൊട്ട് പുറകെ ഉണ്ട്. 89,000 അപ്പിയർ ചെയ്തു, 15,000 ക്വാളിഫൈ ചെയ്തു, 17.06 ആണ് നമ്മുടെ പെർസെൻറ്റേജ്. ആൻഡ് കട്ട് ഓഫ് മാർക്സ് 28.1. 100-ൽ 25 മുതൽ 30 വരെ മാത്രം കട്ട് ഓഫ് ആവശ്യമുള്ള ഒരു പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് ശരാശരി ക്വാളിഫയിങ് പെർസെൻറ്റേജ് 15-നും 18-നും ഇടയ്ക്ക് നിൽക്കുന്നത്? അതാണ് ഗേറ്റ് എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയും. നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സിവിലിന് നമുക്ക് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ ഒരു തരത്തിൽ, അതായത് കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം. ഈ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ചോദിക്കുന്ന രീതികൾ വേറെയാണ്, ചോദിക്കുന്ന മെത്തഡോളജി രീതിയാണ്, സോൾവ് ചെയ്യുന്ന മെത്തേഡ്. അത് ഓരോ ബ്രാഞ്ചസിന് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്രത്യേകത ഗേറ്റ് എക്സാം എല്ലാ വർഷവും സൂക്ഷിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടാണ് അത്രയും കുറവ് മാർക്സ് ആയിട്ട് പോലും ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. ഇനി ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം ഒന്നുമല്ല ഗേറ്റ് എക്സാം. ഞാൻ നമ്മുടെ അനാലിസിസിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13 മാർക്ക് എന്ന് പറയുന്നത് മാത്സും ബാക്കി 15 മാർക്ക് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. 10 മുതൽ 13 മാർക്ക് വരെയാണ്. പിന്നെ 15 മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് 10 ക്വസ്റ്റ്യൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവുക. 5 ക്വസ്റ്റ്യൻ 1 മാർക്കും 5 ക്വസ്റ്റ്യൻ 2 മാർക്കും, ടോട്ടലി 15 മാർക്ക്. അപ്പോൾ നമുക്ക് 25 മാർക്കോളം നമുക്ക് കിട്ടാനായിട്ട് ടെക്നിക്കൽ സബ്ജക്ട്സ് തൊടേണ്ട ആവശ്യമില്ല. പോട്ടെ 20 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോളാം. എന്നാലും ഒരു 10 മാർക്ക് ടെക്നിക്കലിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 30 എത്താൻ എളുപ്പമാണ്. സോ കട്ട് ഓഫ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ എത്തിപ്പറ്റാൻ പറ്റും. ഇനിയുള്ള സമയത്താണ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് നമുക്ക് പഠിക്കേണ്ട 2 ആൾക്കാർ മാത്സും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. മാത്സും ആപ്റ്റിറ്റ്യൂഡും പഠിക്കുക. അതിൻ്റെ കൂടെ ടെക്നിക്കൽ എല്ലാം തന്നെ പോയി കവർ ചെയ്യാൻ നിൽക്കരുത്. എല്ലാം കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള 4 സബ്ജക്ട്സ് സെലക്ട് ചെയ്യുക. ഈ 4 സബ്ജക്ട്സ് ഗേറ്റ് ലെവലിൽ തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത് ഗേറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. ഡെഫിനറ്റ്ലി ഈ കട്ട് ഓഫ് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കും. ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഗേറ്റ് എക്സാമിനുള്ളത്. നമ്മുടെ എൻട്രിയിൽ ഗേറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. ഗേറ്റ് കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫിൽ ചെയ്യുക.